അസുഫ്ക, യെസ്, 2025 ഞാൻ എടുക്കാൻ പോവാണ്. ഇൻഷാല്ലാ. അതെന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങൾ വെച്ചാൽ നമ്മൾ തുടങ്ങുന്നത് 2024 ഫുള്ള് നിങ്ങൾ കൊണ്ടുപോയി. സോ 2025 ഞാൻ പതുക്കെ കുറച്ച് ദിവസത്തേക്ക് 9-ാം തീയതി നിങ്ങളുടെ റിലീസ്, രേഖാചിത്രത്തിൻ്റെ റിലീസാണ്. നമുക്ക് അവിടെ നിന്ന് തുടങ്ങണോ അല്ലെങ്കിൽ ബാക്കിൽ നിന്നേ തുടങ്ങണോ? എങ്ങനെയാണെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇപ്പം സോഫാർ എൻ്റെ ഏറ്റവും നല്ല ഇയർ ആയിരുന്നു 2024. യെസ്, തലവനിൽ തുടങ്ങി ലാസ്റ്റ് കിഷ്കിൻ്റെ കണ്ടം വരെ എത്തിയപ്പോൾ ഒരുപാട് നല്ല സിനിമകളുടെ ഭാഗമാകാൻ പറ്റി. ഒത്തിരി നല്ല റിവ്യൂസ് ഉണ്ടായിരുന്നു, ഒരുപാട് പേര് വിളിച്ച് സംസാരിച്ചു. അപ്പം അത് ശരിക്കും എൻ്റെ ഒരു ഫിലിമോഗ്രഫിയിൽ ഒരു നല്ല ഗ്രോത്ത് തന്നെ കിട്ടിയൊരു വർഷമായിരുന്നു. അത് ഇനി അങ്ങോട്ട് എല്ലാ വർഷവും കണ്ടിന്യൂ ചെയ്യണം എന്നാണ് ആഗ്രഹം. അൾട്രാ മൈ ബെസ്റ്റ്. എല്ലാത്തിൻ്റെയും ക്യാരക്ടർ ഒന്നിനൊന്ന് മെച്ചം തന്നെ ആയിരുന്നു. സുബിൻ എന്താ പറഞ്ഞാൽ അത് ഇപ്പോൾ എല്ലാ സിനിമയ്ക്കും ഇടുന്ന എഫേർട്ടും സിനിമ സെലക്ട് ചെയ്യുന്ന സമയത്തുള്ള പ്രൊസീജിയേഴ്സും എല്ലാം സെയിം തന്നെയാണ്. എപ്പോഴും മാർക്കറ്റിംഗ് ഉൾപ്പെടെയുള്ള കാര്യത്തിൽ നമ്മൾ ചെയ്യുന്നത് ഒരേ കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ അത് എന്താണ് അതിൻ്റെ അകത്ത് വരുന്ന മാജിക് എന്ന് നമുക്ക് ആർക്കും അറിയില്ല. അപ്പൊ അങ്ങനെ എന്തോ ഒരു മാജിക് ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഒരു നല്ലൊരു പടം തന്നെയായിരുന്നു. തിയേറ്ററിക്കലി ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് അത്രയും നിങ്ങൾ വിചാരിച്ചത്ര വന്നില്ലെങ്കിലും പക്ഷെ ഭയങ്കരമായിട്ട് ഓഡിയൻസ് പിന്നീട് അത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഡിലേഡ് ഒരു റെസ്പോൺസ് ആയിരുന്നു അല്ലേ കിട്ടിയത്. അതൊക്കെ ഒരു മസ്റ്റ് വാച്ച് മൂവി എന്നായിട്ടാണ് നമുക്കറിയാം. പ്രത്യേകിച്ച് എടുത്ത് പറയുമ്പോൾ ലെവൽ ക്രോസും ഞാൻ നല്ലൊരു സിനിമയായിരിക്കും എന്ന് എനിക്കറിയായിരുന്നു. പക്ഷെ അത് തിയേറ്ററിൽ ഇത്രയും സംസ്കാരമാകുന്നു അല്ലെങ്കിൽ OTT വന്ന് കഴിയുമ്പോൾ ഇത്രയും അപ്രിസിയേഷൻസ് കിട്ടുമെന്നൊന്നും ഞാൻ വിചാരിച്ചിരുന്നില്ല. പക്ഷെ അതും ഭയങ്കര ഒരു സർപ്രൈസ് ഫാക്ടർ ആയിരുന്നു. കാരണം അതിനും ഒത്തിരി എഫേർട്ട് ഇട്ടതാണ്. പർഫാസ് ആ സിനിമ അതിൻ്റെ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് മുതൽ ഞങ്ങൾ ഒരുമിച്ച് ഡിസ്കസ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് അങ്ങനെയാണ് ആ സിനിമ സംഭവിച്ചത്. അത് ട്യൂണീഷ്യയിലാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ അവിടെ പോയി ഞങ്ങൾ ഏകദേശം 1 മാസത്തോളം നിന്ന് ഷൂട്ട് ചെയ്തു. അപ്പോഴൊക്കെ ഈ സിനിമ നന്നാവും എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. പക്ഷെ അത് ഇത്രയും വലിയൊരു ഹിറ്റ് ആവുമെന്നൊന്നും എനിക്ക്, കാര്യം അതിന് മുന്നേ എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. നല്ല സിനിമകൾ ചെയ്ത് പല സമയത്ത് തിയേറ്ററിൽ അല്ലെങ്കിൽ ഓഡിയൻസിൻ്റെ അടുത്തേക്ക് വേണ്ട രീതിയിലേക്ക് എത്തിക്കാൻ പറ്റാതിരുന്നിട്ടുണ്ട്. അപ്പം അതെല്ലാം മാറി ഈ വർഷം ഒരു ടച്ച് വുഡ് അതങ്ങനെ നന്നായി പോയി. കുഡോസ്, ഒന്നും പറയാനില്ല. ദാറ്റ് ഈസ് അമേസിങ് ഇയർ ദാറ്റ് വി ഹാവ് വിറ്റ്നസ്ഡ്. 2025 അതേപോലെ തന്നെ ആവട്ടെ. ഈ 2025 കാര്യം പറയുമ്പോൾ ഇപ്പം നമ്മൾ ഈ ഷൂട്ടിന് ഇരുന്ന് കഴിഞ്ഞപാട് നേരെ പോകുന്നത് 15 ഇയേഴ്സിൻ്റെ സിനിമയിൽ നിങ്ങളുടെ ഒരു സെലിബ്രേഷനും കൂടി ഇന്ന് നടക്കുകയാണ്. സോ കുഡോസ് ടു ദാറ്റ് ടു. ഹ്യൂജ് അച്ചീവ്മെൻറ്റ്. താങ്ക് യു. നിങ്ങൾ ഏതെങ്കിലും ഒരു മലയാളം പടത്തിൽ നിങ്ങൾക്ക് സ്റ്റാർ ആവണമെന്ന് നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? ആ പടത്തിൽ നിങ്ങൾ അഭിനയിക്കും? ഞാനില്ലാതെ ഹിറ്റായ എല്ലാ പടങ്ങളിലും ഞാനായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. സിനിമയിലല്ലാത്തപ്പം ഒരു റിലാക്സ് ചെയ്യുന്ന എങ്ങനെയാണ്? ഉറങ്ങും. നിങ്ങൾക്ക് ഏത് ജോണറാണ് എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹമുള്ളത്? മാസ്. ഒരു സൂപ്പർ പവർ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ എന്ത് സൂപ്പർ പവർ ആയിരിക്കണം? ഫ്ലൈ. നിങ്ങളെ ഏറ്റവും നല്ല അഡ്വൈസ് നിങ്ങൾക്ക് കിട്ടിയത്? സാമ്പത്തികമായിട്ടുള്ള വിജയമായിരിക്കരുത് സന്തോഷം തരുന്നത്, പൈസ ആയിരിക്കരുത് സന്തോഷം ഡിസൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അത് മെസ്സേജായിട്ട് കിട്ടിയതല്ല, പക്ഷെ എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ പഠിച്ചൊരു വലിയ പാഠം അതാണ്. ഡെഫിനറ്റ്ലി തീർച്ചയായിട്ടും പൈസ വരുമ്പോൾ സന്തോഷം വരും എന്നാണ് പറയുക. പക്ഷെ പൈസ ഇല്ലാത്തപ്പോഴും സന്തോഷം ഉണ്ടാവും. ഏറ്റവും ബെസ്റ്റ് കോംപ്ലിമെന്റ് ഇപ്പം ഏറ്റവും റീസെൻ്റ് ആയിട്ട് പറഞ്ഞാൽ ഈ നേരത്തെ മമ്മൂക്കാടെ ഫോട്ടോ കണ്ടല്ലോ, ഞാനത് ചെന്ന് കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ മമ്മൂക്കാനെ കാണുന്നത്. അപ്പോൾ കാണാനുള്ളൊരു കൊതി കൊണ്ട് തന്നെയാണ് പോയത്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, എടാ നന്നായി വരുന്നുണ്ട് നിൻ്റെ സിനിമകളൊക്കെ, നീ ഇപ്പം നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഞാനത് പറഞ്ഞങ്ങ് ഫോർമലാക്കുന്നില്ല എന്ന് പറഞ്ഞ് വെറുതെ ഈസി ആയിട്ട് അങ്ങ് പറഞ്ഞു. അത് പക്ഷെ എനിക്കൊരു ഭയങ്കര ഒരു സൂപ്പർ പവർ കിട്ടിയ പോലെ ആയിപ്പോയി. ഏതെങ്കിലും ഒരു പടം നിങ്ങൾ ടേൺ ഡൗൺ ചെയ്ത് എന്തെങ്കിലും നിങ്ങൾ എടുക്കാത്ത നിങ്ങൾ പിന്നെ റിഗ്രറ്റ് ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. ചില സിനിമയ്ക്ക് ഞാനത് ഇതിന് മുന്നേ കുറേ ഇൻ്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ട്. ചില സിനിമകളുടെ സക്സസ് പാർട്ടിക്കൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് അന്ന് ഫോൺ എടുക്കാത്തതുകൊണ്ട് നഷ്ടപ്പെട്ട ക്യാരക്ടേഴ്സ് ആണെന്നൊക്കെ അറിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മലയാളം സ്ലാങ് ഏതാണ്? ഇടുക്കി. ഗുഡ്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.